പിണറായി വിജയന്റെ കേരള രക്ഷാ മാർച്ച് ആരംഭിക്കാൻ ഇനി അധിക നേരമില്ല. കേരളത്തെ രക്ഷിക്കാൻ പിണറായി ഇറങ്ങുമ്പോൾ അകമ്പടി സംഗീതവും വേണമല്ലോ. കേരള രക്ഷാ മാർച്ചിനെ വാഴ്ത്തുന്ന ഗാനങ്ങളുടെ CD പ്രകാശനം ചെയ്യപ്പെട്ടു. തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ CPI ആലോചിക്കാറുള്ള സാങ്കല്പിക സ്ഥാനാർത്ഥി നടൻ മുകേഷാണ് CD പ്രകാശനത്തിലെ കൗതുകമായത്. അരക്ഷിതമായ കേരളത്തെക്കുറിച്ച് മുകേഷിന് ചിലത് പറയാനുണ്ട്. ഇവിടെ ആരംഭിക്കാൻ പോകുന്ന കേരള രക്ഷാ മാർച്ച് എന്ന് പറയുന്ന ഒരു മഹത്തരമായ അല്ലെങ്കിൽ വലിയൊരു ചിന്തയുള്ള ഒരു മാർച്ചാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്നവരോ ഏതെങ്കിലും ഒരു മതത്തിനെ അനുകൂലിക്കുന്നവരോ മാത്രമല്ല, മൊത്തമായും കേരളത്തിലെ ജനത ഇപ്പോൾ ഇങ്ങനെ ഒരു രക്ഷ നമുക്ക് വേണം. അതിനാരെങ്കിലും വളരെ വിശ്വാസമുള്ളവർ, വളരെ ഉത്തരവാദിത്വമുള്ളവർ, കേരളത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നവർ ഇറങ്ങിത്തിരിക്കണം. കാരണം എവിടെയെങ്കിലും ഒരു കുത്തഴിഞ്ഞ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എവിടെയെങ്കിലും ഒരു കുത്തഴിഞ്ഞ അന്തരീക്ഷം വരുമ്പോഴാണ് ഈ കുമിളകൾ മുളയ്ക്കുന്നത് പോലെ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ, കള്ളക്കടത്താണെങ്കിൽ അങ്ങനെ, മയക്കുമരുന്നാണെങ്കിൽ അങ്ങനെ, പീഡനമാണെങ്കിൽ അങ്ങനെ, ഇതെല്ലാം തന്നെ കൃത്യമായ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവരെ ഒന്നും കാണാറില്ല. പക്ഷെ ഇതെല്ലാം തന്നെ പെട്ടെന്ന് മുളച്ചു വരുമ്പോൾ അവരുടെ മനസ്സിനകത്തുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ആരും പിടിക്കില്ല, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തത്. ഇമാതിരി ഒരു നാടിനെ രക്ഷിക്കാൻ പോന്നവൻ ആരാണ്? അത് പിണറായി അല്ലാതെ മറ്റാരുമല്ല. ഒരു സമയത്ത് ഈ ന്യൂസ് ചാനലുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഇത്രയും ന്യൂസ് കേരളത്തിലുണ്ടോ? ഇവരെന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോ ന്യൂസ് ചാനലിൽ വേറെ കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സീരിയലും സിനിമയും ഒക്കെ ഉള്ള ചാനലാണെങ്കിൽ പിന്നെയും ഒരു സ്കോപ്പുണ്ട്. ഈ ഇത്രയും ന്യൂസ് ചാനലിന് ഈ കൊച്ചു കേരളത്തിൽ സ്കോപ്പുണ്ടോ എന്ന് ചിന്തിച്ചിരുന്ന നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് കവർ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. പല വലിയ ന്യൂസുകളും ഇവർക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നു വിഷമത്തോടു കൂടി. അതൊക്കെ അവരുടെ മുഖത്തുമുണ്ട്, ഈ ക്യാമറാമാന്മാരുടെയൊക്കെ മുഖത്തുണ്ട്. അയ്യോ, അത് കവർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ രാവിലെ മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെ പുതിയ നമ്മൾ ഇതിലായിട്ടും ഇത്രയും പരീക്ഷണങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ലോക സിനിമാ വേദിയിൽ തന്നെ ഇത്രയും കുബുദ്ധി അല്ലെങ്കിൽ ഇത്രയും തരത്തിലുള്ള കൾപ്രിറ്റ്സ്, ഇത്രയും തരത്തിൽ ബുദ്ധി ഉപയോഗിക്കുന്ന, കൂർമ്മബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അതെല്ലാം കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ പറ്റിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യനെ പറഞ്ഞ് ഈ സിനിമയിൽ നാടകത്തിലേക്കുള്ള നടന്മാരൊക്കെ വെറും അശുക്കളാണ്. പുറത്തുള്ളവരാണ് ഇപ്പോൾ ഭയങ്കരമായ നടന്മാരും നടികളുമായിട്ട് വിലസുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതിന് ആരെങ്കിലും നമ്മളെ രക്ഷിക്കണം. അത് രക്ഷിക്കാൻ ഏറ്റവും വിശ്വാസമുള്ള പ്രാപ്തനായ ആള് തന്നെയാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒരു മാവിലയില പലതരമെന്നാൽ രുചിതിനൊന്നല്ലോ, ഒരു പൂങ്കുലയിൽ പല പൂവെന്നാൽ നിറമിതിനൊന്നല്ലോ. ഒരു മാവിലയില പലതരമെന്നാൽ രുചിതിനൊന്നല്ലോ, ഒരു പൂങ്കുലയിൽ പല പൂവെന്നാൽ നിറമിതിനൊന്നല്ലോ. ജീവിക്കാനായുഴറും ഞങ്ങളുടെ ചോരയ്ക്കൊറ്റ നിറം, അതിജീവിക്കാനുഴറും ഞങ്ങളുടെ കനവിനുമൊറ്റ നിറം. ഇന്ത്യ മതേതര ഇന്ത്യ ഇതൊന്നേ ഞങ്ങൾക്കൊരു സ്വപ്നം, വികസിത കേരളമെന്നതു തന്നെ ഞങ്ങൾക്കൊരു ലക്ഷ്യം. ഒരു മാവിലയില പലതരമെന്നാൽ രുചിതിനൊന്നല്ലോ, ഒരു പൂങ്കുലയിൽ പല പൂവെന്നാൽ നിറമിതിനൊന്നല്ലോ. അപ്പോൾ സമാധാനമായി. ഇനി പിണറായി രക്ഷിച്ചോളും കേരളത്തെ, ആരും പേടിക്കേണ്ട. ലോക സംഗീതത്തിനും അവിസ്മരണീയ സംഭാവനയാണ് കേരള രക്ഷാ മാർച്ച് നൽകുന്നത്. കേട്ട ഗാനം മാത്രമല്ല, കേൾക്കാനിരിക്കുന്നതും നിരവധിയുണ്ട്. കേരള രക്ഷാ ഗീതം എന്ന് പേരിട്ടിരിക്കുന്ന ഈ CD ഏറ്റുവാങ്ങാനുള്ള
ഏറ്റുവാങ്ങുന്നതിന് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും അർത്ഥവത്തായ ഒരു മുദ്രാവാക്യം തന്നെയാണ് ഈ മാർച്ചിൻ്റെ പേര്, കേരള രക്ഷാ മാർച്ച്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാർച്ചിന് ഇങ്ങനെ ഒരു പേരിടുന്നത്. ആ പേരിൽ തന്നെ എന്താണോ കേരളത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു രൂപം നമുക്ക് കിട്ടും. കുറച്ച് നേരത്തെ ഞാൻ വന്നതുകൊണ്ട് ഈ കേരള രക്ഷാ ഗീതത്തിൻ്റെ ചില ഗാനങ്ങൾ ഇവിടെ എനിക്ക് കേൾക്കാൻ സാധിച്ചു. എല്ലാം തന്നെ മനോഹരമായ, സാധാരണ എല്ലാവർക്കും തന്നെ സംഗീതം അല്ലെങ്കിൽ കവിത ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്നവർക്കല്ലാതെ ഒരു ജനസമൂഹത്തിനെ ഒന്ന് വികാരം കൊള്ളിക്കാൻ, എന്താണ് നമ്മുടെ പ്രശ്നമെന്നുള്ളത് ലളിതമായ ഭാഷയിലൂടെയും ലളിതമായ വരികളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഗാനങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എനിക്കൊന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനം കേട്ടിട്ടുള്ളതും പാടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഗാനമായിരിക്കും ബലികുടീരങ്ങളെ എന്ന ഗാനം. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ, കഴിഞ്ഞ തലമുറയ്ക്കും അറിഞ്ഞുകൂടാ, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടായിരിക്കും. പക്ഷെ ആ വരികളുടെ ശക്തിയും ആ സംഗീതത്തിൻ്റെ ശക്തിയും ആ പാട്ട് പാടിയിരിക്കുന്നതിൻ്റെ ആവേശവുമൊക്കെ എവിടേക്കോ നമ്മളിൽ ഒരു വികാരം, ഒരാവേശം ഉണർത്തും. അത്തരത്തിലുള്ള ഗാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ കാസറ്റിലുള്ളത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായോ എന്ന് ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയേണ്ടതില്ല. സുനന്ദ പുഷ്കറുടെ മരണത്തോടെ ഇമേജ് ആപ്പിലായി കിടക്കുന്ന ശശി തരൂരിനെ വെല്ലാൻ തിരുവനന്തപുരത്ത് CPIക്ക് മുകേഷ് തന്നെ പറ്റിയ സ്ഥാനാർത്ഥി. മുകേഷിനെ CPIക്ക് വേണ്ടി പിണറായി രക്ഷിക്കട്ടെ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ആം ആദ്മി അവാർഡുകൾ.